ലോകം ഇന്നുണർന്നത് യൂറോപ്പിൽ നിന്നുള്ള അതീവ ദാരുണമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ആധുനിക റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങൾ ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കാറുള്ള സ്പെയിനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. സ്പെയിനിലെ കോർദോബ പ്രവിശ്യയിലെ അദമസിൽ 2 ഹൈ സ്പീഡ് പാസഞ്ചർ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 39 ഉയർന്നിരിക്കുകയാണ്. 245-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 2013 സാന്റിയാഗോ ദുരന്തത്തിന് ശേഷം സ്പെയിൻ കണ്ട ഏറ്റവും വലിയ റെയിൽവേ ദുരന്തമാണിത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള 2 ട്രെയിനുകൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂട്ടിയിടിച്ചത്? ഇത് കേവലം ഒരു സാങ്കേതിക പിഴവാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ വാർത്തയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഞായറാഴ്ച രാത്രി 7:45 അപകടം നടന്നത്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് വരികയായിരുന്ന ഐറോ എന്ന സ്വകാര്യ കമ്പനിയുടെ ഹൈസ്പീഡ് ട്രെയിൻ അദാമസ് സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ച് പാളം തെറ്റുകയായിരുന്നു. ഏകദേശം 317 യാത്രക്കാരാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഒരു റെയിൽവേ സ്വിച്ചിംഗ് പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ട ട്രെയിൻ തൊട്ടടുത്ത ട്രാക്കിലേക്ക് ഇടിച്ചു കയറി. നിർഭാഗ്യവശാൽ ആ സമയം തന്നെ എതിർദിശയിൽ മാഡ്രിഡിൽ നിന്ന് ഹുൽവയിലേക്ക് പോവുകയായിരുന്ന റെൻഫെ എന്ന ഗവൺമെന്റ് ട്രെയിൻ ആ പാതയിലൂടെ വരികയായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ 2 ഭീമൻ യന്ത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. മണിക്കൂറിൽ ഏകദേശം 200 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു 2 ട്രെയിനുകളും. ആഘാതത്തിന്റെ ശക്തിയിൽ റെൻഫെ ട്രെയിനിന്റെ ആദ്യ 2 ബോഗികൾ 4 മീറ്ററോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ ബോഗികളിൽ ഉണ്ടായിരുന്നവരാണ്. അപകട സമയത്ത് 2 ട്രെയിനുകളിലുമായി 400-ലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പെയിൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓസ്കർ പ്യൂറ്റെ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ 39 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യാത്രക്കാർ ഈ ഒരു അനുഭവത്തെ വിശേഷിപ്പിച്ചത് ഒരു ഭീകരമായ ഭൂകമ്പം പോലെ ആയിരുന്നു എന്നാണ്. ഇടി നടന്ന ഉടൻ തന്നെ ട്രെയിനിനുള്ളിൽ നിന്ന് പുകയും നിലവിളിയും ഉയർന്നു. ഇരുട്ടിൽ ബോഗികൾക്കുള്ളിൽ കുടുങ്ങിയവർ എമർജൻസി ഹാമറുകൾ കൊണ്ട് ജനാലകൾ തകർത്താണ് പുറത്തിറങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിനായി സ്പെയിൻ ഗവൺമെന്റ് തങ്ങളുടെ മിലിറ്ററി എമർജൻസീസ് യൂണിറ്റിനെ തന്നെ രംഗത്തിറക്കി. 40-ലധികം സൈനികരും 15ഓളം സൈനിക വാഹനങ്ങളും രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. പരിക്കേറ്റ 245 പേരിൽ 75 പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. ഇതിൽ 15 പേരുടെ നില വളരെ ക്രിട്ടിക്കൽ ആണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമായിരുന്നു. തകർന്ന ബോഗികൾക്കിടയിൽ പെട്ടുപോയവരെ പുറത്തെടുക്കാൻ മിലിറ്ററി എമർജൻസീസ് യൂണിറ്റിനെ തന്നെ രംഗത്തിറക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ജനലുകൾ തകർത്ത് പുറത്തെത്തിയ പല യാത്രക്കാരും പറഞ്ഞത് ഭൂകമ്പം ഉണ്ടായതുപോലെയുള്ള അനുഭവമായിരുന്നു എന്നാണ്. പലർക്കും ബാഗുകൾ തലയിൽ വീണും ബോഗികൾക്കുള്ളിലെ മെറ്റൽ ഭാഗങ്ങൾ തട്ടിയും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള കേവലം 4 വർഷം മാത്രം പഴക്കമുള്ള ട്രെയിനുകൾ എങ്ങനെ പാളം തെറ്റിയെന്നത് അതീവ വിചിത്രമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഓസ്കർ വിശേഷിപ്പിച്ചത്.